നമസ്കാരം. കേരളത്തിൻ്റെ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. മുൻഗാമിയായ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കാലാവധിയൊക്കെ കഴിഞ്ഞു. പുതിയ ഗവർണറായിട്ട് ഒരു രാജേന്ദ്ര ആർലേക്കർ, ഗോകാരനായിട്ടുള്ള ഒരു രാജേന്ദ്ര ആർലേക്കർ വരുന്നു എന്ന് വാർത്തയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ സംഖ്യകളൊക്കെ കരുതിയത് അദ്ദേഹം ഒരു RSS പശ്ചാത്തലമുള്ള ആളാണ് എന്ന് മാത്രമാണ്. അത്രയും മാത്രം അവർക്ക് അറിഞ്ഞാൽ മതി. അതിനപ്പുറം അവർ അറിയാനും പോയില്ല. അദ്ദേഹം ഇവിടെ വന്ന് അധികാരം ഏറ്റെടുത്ത് ഗവർണറായി അദ്ദേഹത്തിൻ്റെ കടമ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. വളരെ പെട്ടെന്ന് തന്നെ കേരളത്തിലെ കമ്മികൾക്ക്, പ്രത്യേകിച്ചും ഈ SFI കുരിപ്പുകൾക്ക് മറ്റൊക്കെ പെട്ടെന്ന് തന്നെ മനസ്സിലായി മുൻഗാമിയായ ആരിഫ് മുഹമ്മദ് ഖാൻ അല്ല ഈ പുതിയ വന്നിരിക്കുന്ന രാജേന്ദ്ര ആർലേക്കർ എന്ന്. ഈ ആരിഫ് മുഹമ്മദ് ഖാൻ കുറേ ഒച്ചപ്പാടുകളൊക്കെ ഉണ്ടാക്കും. ഇപ്പോൾ SFI അവരുടെ തനതായിട്ടുള്ള കലാരൂപമായിട്ടുള്ള സമരവും അക്രമവാസനയൊക്കെ കാണിക്കുമ്പോൾ തിരിച്ച് അതേപോലെ തന്നെ അഗ്രസീവ് കാണിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. ആ പദവിയിൽ ഇരുന്നുകൊണ്ട് തിരിച്ച് അങ്ങനെ പറയേണ്ട സത്യത്തിൽ കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിന് ശാന്തമായി നിന്നിട്ട് അദ്ദേഹത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് ഇവരെയൊക്കെ അടിച്ചൊതുക്കാവുന്നതായിരുന്നു. പക്ഷേ അദ്ദേഹവും ഇവർക്ക് നേരെ തിരിച്ച് ചെല്ലുന്ന ഒരുപാട് കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ ഇതൊക്കെ പ്രതീക്ഷിച്ചായിരിക്കും ഒരുപക്ഷേ ആർലേക്കർ അങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെ കരുതി. ആർലേക്കർ ആണെങ്കിൽ ഇവന്മാരെ കണ്ട പാവം പോലും നടിക്കില്ല. എത്രയൊക്കെ പ്രതിഷേധം ഉണ്ടായാലും അദ്ദേഹം ഇതൊന്നും മൈൻഡ് പോലും ചെയ്യാതെ മുന്നോട്ട് പോകും. അദ്ദേഹത്തിൻ്റെ സുരക്ഷ നോക്കുക എന്നത് ഈ കേരള സർക്കാരിൻ്റെ ഉത്തരവാദിത്തമായതിനാൽ സ്വന്തം കുരിപ്പുകളെ തല്ലി ഓടിച്ചിട്ടാണെങ്കിലും അവരത് ചെയ്തുകൊണ്ടിരുന്നു. അവരത് ചെയ്യുമെന്ന് മറ്റാരെക്കാളും നന്നായിട്ട് ആർലേക്കർക്ക് അറിയുകയും ചെയ്യും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കടമയും നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടിയിലൊക്കെ ഭാരതമാതാവിൻ്റെ ചിത്രം വെക്കുന്നു. അത് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഇവന്മാരും അങ്ങനെ ഭയങ്കര ഒച്ചപ്പാടും ബഹളമാണ്. പക്ഷേ അദ്ദേഹം ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോഴാണ് ഇദ്ദേഹത്തിന് എങ്ങനെ ഒതുക്കാൻ പറ്റും എന്നൊക്കെ ചില ടീമുകൾ ഇങ്ങനെ ഗവേഷണം ചെയ്യാൻ തുടങ്ങി. അതിൽ ഒന്ന് നമ്മുടെ അടുപ്പ് കുട്ടികളാണ്. ഇങ്ങനെ 3 അടുപ്പുകളിൽ വെച്ചിട്ട് അതിൻ്റെ മേലെ ഇരുന്നുകൊണ്ട് ലോകകാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് തങ്ങളാണ് ഇതെല്ലാം ചർച്ച ചെയ്യാനുള്ള യോഗ്യത, തങ്ങൾ പറയുന്ന രീതിയിലാണ് ലോകം തന്നെ മുന്നോട്ട് പോകുന്നത് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന കുറച്ച് ടീമുകളുണ്ട്, മീഡിയകളിലെ. അവന്മാർ ഈ കമ്മികളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത്. അവർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ഒരു തോന്നലുണ്ടായി കാണും, ഈ ആർലേക്കർ വല്ല എന്താ നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള ഒരു വാക്കുണ്ടല്ലോ, ബ്രാഹ്മണിക്ക് ഹിരിമണി എന്ന് പറയുന്നത്. ഏതെങ്കിലും ഉയർന്ന ജാതിക്കാരനാണോ, ബ്രാഹ്മണനാണോ, ക്ഷത്രിയനാണോ എന്നുള്ള ധാരണയിൽ ഇദ്ദേഹത്തിന് ജാതി തപ്പിമാർ ഒരൊറ്റ പോക്കം പോയി ഗോവ വരെ പോയെന്ന് തോന്നുന്നു. പക്ഷേ അവർ പ്രതീക്ഷിച്ചതല്ല കേട്ടോ കിട്ടിയത്. അദ്ദേഹം ഗോവയിലുള്ള ഒരു ദളിത് വിഭാഗമാണ് എന്നുള്ള അറിവാണ് അവന്മാർക്ക് കിട്ടിയത്. എന്നാൽ ഈ മണ്ടന്മാർക്ക് അത് മിണ്ടായിരുന്നു കൂടെ. അവന്മാർ അതേപോലെ തന്നെ വാർത്തയും കൊടുത്തു. അതിൻ്റെ കൂടെ ഇദ്ദേഹം ദളിതനായതുകൊണ്ടാണോ എന്താണെന്ന് അറിഞ്ഞില്ല, അദ്ദേഹത്തിന് ഭരണഘടനാപരമായ അജ്ഞതയുണ്ട് എന്ന് കൂടി ഉമ്മാർ തട്ടി വെച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ വാർത്ത കണ്ടപ്പോൾ ഓരോ സംഖ്യകളും മനസ്സിൽ ഇന്നസെൻറ്റിൻ്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ രാവണപ്രഭുവിനകത്ത്, ഇതിപ്പോൾ ലാഭമായല്ലോ എന്ന് പറഞ്ഞ ആ ഡയലോഗ് ആയിരിക്കും ഓരോ സംഖ്യയുടെ മനസ്സിൽ വന്നത്. അവന്മാർ തന്നെ പോയി ഈ ഗവർണറുടെ ജാതി തപ്പിയെടുത്ത് കൊടുത്തു. അദ്ദേഹം ദളിതനാണ്. ഇനി അവർക്ക് SFIയോടും CPM-നോടൊക്കെ ചോദിക്കാം, ഗവർണർക്കെതിരെ നിങ്ങളുടെ പ്രശ്നം എന്താണ്, ഗവർണറുടെ ജാതിയാണോ നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ചാൽ അവന്മാർ വിട്ടു. മാത്രമല്ല ഇതൊക്കെ കണ്ടു നിൽക്കുന്ന കേരളത്തിലടക്കമുള്ള ഈ ദളിത് വിഭാഗമുണ്ട്, ദളിത് ആദിവാസി വിഭാഗമുണ്ട്. അവർ നോക്കുമ്പോൾ ഇവിടെ ഈ RSSും BJPക്ക് ഒരു വല്ലാത്ത ഒരു ടീമാണല്ലോ. രാജ്യത്തിൻ്റെ പ്രസിഡന്റ് തന്നെ ദ്രൗപദി മുർമു ഏത് വിഭാഗമാണെന്ന് എല്ലാവർക്കും അറിയാം. ഇതാ ഇപ്പോൾ കേരളത്തിൻ്റെ ഗവർണർ എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിക്ക് മേളിൽ കൊണ്ട് വെച്ചിരിക്കുന്ന സ്ഥാനമാണ്. അത് താണ്ട ഒരു ദളിത് വിഭാഗമായിട്ട്. അപ്പം മറ്റന്മാർ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് ദളിതരെയൊക്കെ ഇവർ പീഡിപ്പിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ദളിതരെയൊക്കെ പിടിച്ച് അവർ ഓരോ ഉയർന്ന സ്ഥാനത്ത് ഇരുത്തുകയാണല്ലോ എന്ന് അവർ ചിലരൊക്കെ ചിന്തിക്കും. ശരിക്കും ഇദ്ദേഹത്തിൻ്റെ ജാതി ഈ മീഡിയ വൺ ഇങ്ങനെ വാർത്തയായിട്ട് കൊടുക്കുന്ന അവന്മാരും വിചാരിച്ച് കാണത്തില്ല. അപ്പം ഇനിയിപ്പോൾ അവന്മാർക്കും ഒന്ന് മടിയായിരിക്കും. ഒരു ദളിതരായിരിക്കുന്ന ഒരാൾ ഒരു ഉയർന്ന സ്ഥാനത്തിരിക്കുന്നു. ഈ SFIയും അതുപോലെ തന്നെ ഈ കഞ്ചാവ് ടീമൊക്കെ ഇനി പഴയ കോപ്രായൊക്കെ ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ ജനങ്ങൾ തന്നെ ചോദിക്കും, അങ്ങനെ ഒരാൾക്ക് ഇവർ അധികാരം കൊടുത്തുകൊണ്ടുള്ള ചുരുക്കമാണോ, അദ്ദേഹത്തിൻ്റെ ജാതിയാണോ വിഷയം ഇനി ഒരുപക്ഷെ കൂടുതലായിട്ട് ഈ BJPക്കാരും സംഖ്യകളും ചോദ്യം ഉയർത്തിക്കൊണ്ടുവരും. ശരിക്കും ഈ ഇടതുപക്ഷക്കാർ പെട്ടുപോകും. അപ്പോൾ ശരിക്കും ഇങ്ങനൊരു അവസ്ഥയിലേക്ക് എത്തിച്ച ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 അടുപ്പലിൻ്റെ മേലെ ഇരുന്നുകൊണ്ട് ഈ കക്കൂസ് ചർച്ച നടത്തുന്ന ഈ മീഡിയ വൺ ടീമാണ്. അവർക്ക് ഇതിൻ്റെ ഒരു ആവശ്യമില്ല. അല്ലെങ്കിൽ